വെൽക്കം ബാക്ക് ടു നുസീഫ് ടെക് വ്ലോഗ് ചാനൽ. നുസീഫ് ടെക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വയർഡ് ഇയർഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗോവോ ബ്രാൻഡിൻ്റെ ഗോ ബാസ് എന്ന് പറയുന്ന ഒരു 910 എന്ന മോഡലിലുള്ള ഒരു വയർഡ് ഇയർഫോണാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഓർഡർ ചെയ്ത സാധനം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന കവറ്. ഇതിനകത്ത് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഒരു ബബിൾ പാക്കേജിങ്ങിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഒരു കുട്ടി ബോക്സിലായിട്ടാണ് നമ്മളെ പ്രൊഡക്റ്റ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ 910 എന്ന മോഡലിലുള്ള വയർഡ് ഇയർഫോണ്. ഇത് ഇയർഫോണ് പുറത്തേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണത്തക്ക രീതിയിലാണ് ഇതിൻ്റെ പാക്കിംഗ് വന്നിട്ടുള്ളത്. ഈ പ്രൊഡക്റ്റ് ഞാൻ കുറേ മുന്നേ ഓർഡർ ചെയ്തതാണ്. ഫ്ലിപ്കാർട്ടിൽ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഈ പ്രൊഡക്റ്റ് കിട്ടുന്ന വേറൊരു സൈറ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് ഈ ഗോവോ ബ്രാൻഡിൻ്റെ ഇവരുടെ തന്നെ ഓൺ സൈറ്റ് തന്നെയാണ്. ഇനി നമുക്ക് വന്ന ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഇയർഫോൺ ഉണ്ട്. കൂടെ ഒരു കാർഡും കൂടി കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നു. പിന്നെ ബോക്സുമേ ഇതിൻ്റെ കുറച്ച് ഫീച്ചറും ഒക്കെ മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. സൂപ്പർ ബാസ്, മെറ്റാലിക്, ബുള്ളറ്റ് ഫിനിഷ് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അവരുടെ ഗോവോ ബ്രാൻഡിൻ്റെ ഇവരുടെ ഓൺ സൈറ്റ് കേട്ടോ. ഗോവോ ലൈഫ് എന്ന് നമ്മൾ ഗൂഗിൾ ക്രോമിൽ അടിച്ചു കൊടുത്താൽ ഇവരുടെ സൈറ്റ് നമുക്ക് ഓപ്പൺ ആയി കിട്ടും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫ്ലിപ്കാർട്ടിൻ്റെ ഇതിൻ്റെ ബൈ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫ്ലിപ്കാർട്ടിൽ എനിക്ക് ഇതിന് വന്ന പ്രൈസ് 349 രൂപയാണ്. ഇവരുടെ സൈറ്റിൽ കാണിക്കുന്ന പ്രൈസ് 399 രൂപയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഇയർഫോണിൻ്റെ കൂടെ കിട്ടുന്ന 2 പെയർ മഫ്സാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മുടെ ബോക്സിനകത്ത് വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഇയർഫോൺ ഒന്ന് പുറത്തോട്ട് എടുത്ത് നോക്കാം. ഒരു 5-6 മാസത്തിലധികം ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഇയർഫോൺ. അതിന് ശേഷമാണ് ഈ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് 3D സ്റ്റീരിയോ സൗണ്ട് എന്നാണ്. അത് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി സ്റ്റീരിയോ 3D സൗണ്ട് തന്നെയാണ് ഇതിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ബാസ് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബാസ് കിട്ടുന്നുണ്ട്. ട്രബിൾ നമുക്ക് അങ്ങനെ ഓവറായിട്ട് ട്രബിൾ ഇല്ല. മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബാസിലാണ്. അപ്പോൾ ട്രബിൾ ഒരു മീഡിയം ട്രബിളേ ഉള്ളൂ. ആ ട്രബിൾ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പം ഇത് ഈ വയർഡ് ഇയർഫോൺ ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ബാസിനോടൊക്കെ കൂടുതൽ താല്പര്യമുള്ളവർക്ക് ഈ ഇയർഫോൺ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 3.5 mm ജാക്കാണ് ഈ കാണുന്നത്. കുറച്ച് ബെൻഡായ രീതിയിലാണ് ഇതിൻ്റെ പിന്ന് വന്നിട്ടുള്ളത്. ഇയർഫോൺ യൂസ് ചെയ്യാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കാം. നമ്മുടെ കേബിളിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലോത്ത് ടൈപ്പ് നമുക്ക് ഇതിൻ്റെ വയറിൻ്റെ മേലെ കൂടെ ഒരു കോട്ടിങ് വന്നിട്ടുണ്ട്. സ്റ്റീരിയോ സൗണ്ടിൻ്റെ സെപ്പറേഷനൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്. അത് നല്ലപോലെ നമുക്കത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സൗണ്ട് നമ്മുടെ ഇപ്പുറത്തെ ചെവിയിൽ നിന്ന് അപ്പുറത്തെ ചെവിയിലോട്ട് മാറുന്നതായിട്ട് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാസിലാണ് മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ഇയർഫോൺ. എന്ന് വെച്ച് ഒരു ഹൈ ബാസ് ഒന്നും നമ്മൾ ഈ ഇയർഫോണിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇയർഫോണിൻ്റെ ബഡ്സ് നമ്മൾ ചെവിയിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മ്യൂസിക്കൊക്കെ കേൾക്കുന്ന സമയത്ത് പുറത്തുനിന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് പോലും നമ്മളെ മ്യൂസിക്കിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ അകത്തോട്ട് വരുന്നില്ല. ഇയർഫോണിൻ്റെ കൺട്രോൾ സ്വിച്ച് എന്ന് പറയുന്നത് ഒരൊറ്റ ബട്ടണാണ്. ആ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ പോസ് ചെയ്യാം, പ്ലേ ചെയ്യാം. പിന്നെ ഒരു HD മൈക്കും കൂടി അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ക്വാളിറ്റി ഉള്ളൊരു മൈക്ക് തന്നെയാണ്. നമ്മൾ ചെവിയിൽ വെക്കുന്ന ബഡ്സിൻ്റെ ഡിസൈന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മെറ്റാലിക് ബഡ്സ് വിത്ത് ബുള്ളറ്റ് ഡിസൈനാണ്. അങ്ങനെ ഒരു മോഡലിലാണ് എൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ബഡ്സിൻ്റെ. അപ്പോൾ നമ്മുടെ ചെവിയിലൊക്കെ വെക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ചെവിയിൽ അത് ഫിറ്റ് ആയിരിക്കുന്നുണ്ട്. പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലൊന്നും അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണില്ല. നല്ല കംഫർട്ടായിട്ട് നമ്മുടെ ചെവിയിൽ അത് ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസിൽ നമ്മുടെ ഗോബാസ് 910 എന്ന മോഡൽ ഇയർഫോണിൻ്റെ വയർഡ് ഇയർഫോണിൻ്റെ വിശേഷങ്ങൾ. വീണ്ടും പുതിയൊരു വീഡിയോസുമായി കാണാം. അതുവരേക്കും നുസീഫ് ടെക് വ്ലോഗ് സൈനിങ് ഓഫ്.